ഗുരു അമ്മയ്ക്കു വേണ്ടി സമർപ്പിച്ചതാണ്. അമ്മയുടെ ആവശ്യപ്രകാരം എഴുതിയ ഈ ചെറിയ പുസ്തകം അമ്മയ്ക്കും ആത്മവിഷയത്തിൽ ശ്രദ്ധാലുക്കളായ എല്ലാ അമ്മമാർക്കുമായി സാദരം സമർപ്പിച്ചുകൊള്ളുന്നു. ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ആത്മാവ് ആത്മാവിനോട് തന്നെ ചെയ്യുന്ന ഉപദേശങ്ങളാണ് ഇതിലെ 100 ശ്ലോകങ്ങളും. ഉപദേശങ്ങൾ സാധാരണഗതിയിൽ ഗുരു ശിഷ്യ സ്വഭാവമുള്ള 2 വ്യക്തികൾ തമ്മിലാണ് ഉണ്ടാകാറുള്ളതെങ്കിലും ആത്മോപദേശം അന്തിമമായി ചെന്നു നിൽക്കുന്നത് എല്ലാ ഭേദഭാവനകളുമറ്റ അവ്യയമായ അദ്വൈതാനുഭൂതിയിലായതുകൊണ്ട് ഗുരു ശിഷ്യന്മാർ എന്ന ദ്വൈതത്തെയും ഗുരു ഇവിടെ നിരാകരിച്ചിരിക്കുന്നു. ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകവും ഈ അനുഭൂതിയുടെ ശാസ്ത്രയുക്തമായ വാങ്മയ ചിത്രമാണ്. ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകമല്ല. 100 ദിവസം കൊണ്ട് ധ്യാനിച്ചു തീർക്കേണ്ടതാണ്. ഈ ഗ്രന്ഥം എഴുതാനുണ്ടായ സാഹചര്യം തന്നെ അത്തരത്തിലുള്ളതാണ്. ഗുരു നിത്യചൈതന്യയതിയുടെ പുണ്യവതിയായ മാതാവ് ശ്രീമതി വാമാക്ഷി അമ്മ സന്യാസിയായ തൻ്റെ മകനോട് ഒരാവശ്യം എഴുതി അറിയിച്ചു. ദിവസവും ധ്യാനിക്കത്തക്കവണ്ണം എന്തെങ്കിലും എഴുതി അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ ഓരോ ദിവസവും ഓരോന്നു വീതം ധ്യാനിക്കത്തക്കവണ്ണം ഓരോ ദിവസം ഓരോന്നായി എഴുതിയതാണ് ഈ ധ്യാനങ്ങൾ. എല്ലാവർക്കും ധ്യാന വിഷയമായി തീരണം എന്ന ഉദ്ദേശ്യത്തോടു കൂടി തന്നെയാണ് ഈ ധ്യാനങ്ങൾ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്.